അങ്ങനെ അതിനുശേഷം ലൂഷ്യൻ ഹേ പ്രാക്ടീസ് ചെയ്യുന്ന സൗണ്ട് കേട്ട് ഗംഗങ് അവിടേക്കൊന്ന് നോക്കുമ്പോഴാണ് അവനാണ് ഇവളെ കണ്ട് ഇവളുടെ മൂഡ് ഇപ്പോ ഡള്ളായിരിക്കുമല്ലോ എന്നറിഞ്ഞ് അവള് വിളിച്ചെടുത്തി ആ ഇൻസ്ട്രുമെന്റ് ഒക്കെ വായിക്കാൻ വേണ്ടി പറയും. അങ്ങനെ അതോടെ അവൾ സന്തോഷിത്തി ഇവന്റെ കൂടെ ട്യൂൺ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്കൊന്ന് യൂഹയാണ് ഇവൻ വിളിച്ചിട്ട് ഇവൾ എടുക്കാത്തയും ചോദിക്കും. അപ്പോഴാണ് ഇവളും ശബ്ദം കാരണം കേട്ടില്ലെന്ന് പറയുമ്പോൾ അവന് ലൂഷ്യൻ തമ്മി പരസ്പരം ഇങ്ങനെ ദേഷ്യം നോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവളാണ് യൂഹയെ വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടി നോക്കും. പക്ഷെ അവന്മാർ രണ്ടുപേരും കൂടെ ഇവൾ ആദ്യം പോകാൻ പറഞ്ഞിട്ട് അവന്മാർ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കും. പക്ഷെ ഇവന്മാർ തമ്മിലുള്ള ഫൈറ്റ് അടക്കുന്ന പുറത്ത് കടയിൽ നിന്ന് ജ്യൂസ് വാങ്ങിച്ചിട്ടാ. അങ്ങനെ ലൂഷ്യൻ ഹേയും യൂഹയും നോക്കി അവന് ഗംഗങ്ങിന് ഇഷ്ടമാണെന്ന് ചോദിക്കുമ്പോൾ അവന് കുറെ ഡ്രിങ്ക്സ് എടുത്ത് കുടിച്ചിട്ട് ലൂഷ്യൻ ഹേ കാര്യം കൂടുതൽ ഇഷ്ടമെന്ന് കാണിക്കാൻ വേണ്ടി കുറെ കുടിക്കും. എന്നിട്ട് അവനും അവൾ ഇഷ്ടമെന്ന് പറഞ്ഞ് പുറത്തേക്ക് ചെല്ലുമ്പോൾ കടക്കാരാണ് കുറച്ചും കൂടെ ജ്യൂസ് എടുക്കട്ടെ ചോദിക്കും. അതോടെ ഇവന്മാരാണ് മേടിച്ചിട്ട് ഇനി എനിക്ക് വയ്യെന്നറിഞ്ഞ് അവന്മാർ അവിടെ നിന്ന് പോകും. അങ്ങനെ അടുത്ത ദിവസം ഇവരുടെ സ്കൂളിൽ ആ മ്യൂസിക് കോമ്പറ്റീഷൻ നടക്കുമ്പോഴാണ് ലൂഷ്യൻ ഹേയുടെ ക്ലാസ്സിലാണ് അവർ ഇവരെ പോലെ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിലും അവർ നല്ലോണമാണ് അവിടെ നിന്ന് പാടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് ഇത് കണ്ട് ഇവരെല്ലാരും കൂടെ ഇവന്മാരൊക്കെ നമുക്ക് ടഫാന്ന് വിചാരിച്ച് അടുത്തായിട്ട് ഇവർ പാടാൻ വേണ്ടി പോകുമ്പോൾ യൂഹയാണ് അവൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഇവരുടെ പാട്ടും കൂടെ സ്റ്റേജിൽ ചെന്ന് പാടും. അങ്ങനെ അതോടെ സാർമാർക്കെല്ലാം അത് ഒത്തിരി ഇഷ്ടപ്പെട്ട് അവരൊക്കെ എൻജോയ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ഇവർ പാടിയതിനു ശേഷം ലൂഷ്യൻ ഹെയാണ് പെട്ടെന്ന് സ്റ്റേജിൽ കയറിയിട്ട് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാം ഇവർക്ക് അറിയാവും ചെയ്യിക്കും. അപ്പോഴാണ് ബാക്കി സ്റ്റുഡൻസ് ഒക്കെ ഇത് കോമ്പറ്റീഷൻ നടക്കുന്ന ദിവസമല്ലേ എന്ന് അവരൊക്കെ പറയുമ്പം ലൂഷ്യൻ ഹെയാണ് ഇന്നത്തെ പ്രത്യേകത പണ്ട് ജീവിച്ചിരുന്ന നമ്മുടെ നാട്ടിലെ സ്റ്റുഡൻസ് ഒക്കെ ജപ്പാൻകാരെ പുറത്താക്കാൻ വേണ്ടി അവർ കാണിച്ച ധൈര്യത്തിനെ കുറിച്ചാണ് കാണിക്കുന്നതെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് ഓരോ ക്ലാസ് തമ്മിൽ ഇങ്ങനെ കോമ്പറ്റീഷൻ വെക്കാതെ നമ്മൾ തമ്മിൽ പരസ്പരം സ്നേഹം കാണിച്ചാൽ ജീവിക്കേണ്ടതെന്ന് അവനും പറയുമ്പം ഇവനെ തടഞ്ഞിർത്താൻ വേറെ സാറുമാരൊക്കെ നോക്കും. പക്ഷെ ബാൻ സാറാണ് ഇവൻ എന്തോ പറയുന്നത് കേൾക്കട്ടെ എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരൊക്കെ തടഞ്ഞിർത്തും. അപ്പോഴാണ് അവനും ഇന്ന് ഈ പ്രത്യേക ദിവസത്തിൽ അവൻ ഇഷ്ടപ്പെട്ട ഒരു പെങ്കൊച്ചിന് വേണ്ടി ഒരു പാട്ട് പാടാൻ പോകുമെന്ന് പറയുമ്പം എല്ലാവർക്കും അത് മനസ്സിലായി ഗംഗങ്ങാണെന്ന്. അതേപോലെ തന്നെ അവനും ഇവൾക്ക് ഇതിനും ഇഷ്ടമെന്ന് പറഞ്ഞ് അതേ പാട്ടാണ് അവനിപ്പോ പാടുന്നത്. അങ്ങനെ ആ പെർഫോമൻസ് കണ്ട് ഇവൾക്കും ഇവനായിട്ടുള്ള മെമ്മറീസ് ഇങ്ങനെ ഓർമ്മ വരും. കാരണം അവനിപ്പോ ഇവിടെ നിന്ന് സ്കൂൾ മാറാൻ പോവുക. അതിനേശ് ഇവിടെ ഇവർക്കാർക്കും ഫസ്റ്റ് പ്രൈസ് കിട്ടാത്തോണ്ട് എല്ലാവരും അപ്സെറ്റ് ആയിട്ടിരിക്കുമ്പോൾ ക്ലാസ് ടീച്ചറാണ് മത്സരത്തിൽ പങ്കെടുത്തതിന് വലിയ കാര്യം, അതുകൊണ്ട് പ്രൈസിനെ കുറിച്ച് ആരും വിഷമിക്കണമെന്ന് പറഞ്ഞ് ഇവരെയൊക്കെ സമ്മാനപ്പെടുത്തും. അപ്പോഴാണ് മറ്റേ കണ്ണാടിയിട്ട് കൊച്ചു കരഞ്ഞോണ്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നെ. ഇത് കണ്ട് സാറും ക്ലാസ് ലീഡർ ചെന്ന് സമ്മാനപ്പെടുത്താൻ പറയുമ്പം അവനാണ് അവളെല്ലാം കരഞ്ഞോണ്ട് ബാത്റൂമിൽ ചെന്നിരുന്ന ഇവന് പുറകെ പോകാൻ പറ്റത്തില്ലെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് സാർ ഗംഗനെ പറഞ്ഞയക്കുമ്പം അവൾക്ക് സമാധാനപ്പെടുത്താൻ അറിയത്തില്ലെന്ന് പറഞ്ഞ് ആ കണ്ണാടിയിട്ട കൊച്ചിനോട് ഇവൾക്ക് അറിയാനുണ്ട് ഒരു സീക്രട്ട് ആയിട്ടുള്ള സ്ഥലത്ത് വിളിച്ചോണ്ടോന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് സ്കൂളിന്റെ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് വിളിച്ചോണ്ടുപോയി മത്സരത്തിൽ വിജയിച്ചില്ലെങ്കിലും ഇവൾ കഷ്ടപ്പെട്ടത് എല്ലാവർക്കും അറിയാന്ന് പറഞ്ഞ് അവളെ ആശ്വാസപ്പെടുത്തും. അതിനുശേഷം ക്ലാസ് കഴിഞ്ഞ് ഗംഗങ് യൂഹയോട് ഇവൻ ആ കണ്ണാടിയിട്ട കൊച്ചിന് ഇഷ്ടമാണെന്ന് ചോദിക്കുമ്പം അവനാണ് അവളെ കാണാൻ ഭയങ്കര ബ്യൂട്ടിയാ, പക്ഷെ ഇവർ തമ്മി ഒരിക്കലും ഒത്തുചേരത്തില്ലെന്ന് പറയും. അങ്ങനെ അത് കേൾക്കുമ്പോഴാണ് അവൾക്ക് സന്തോഷം വരുന്നത്. അപ്പോഴാണ് അവിടേക്കൊന്ന് ലൂഷ്യൻ ഹേയും ഇവൾക്കൊരു ബായ് പറയാൻ വേണ്ടി വന്നയാന്ന് പറഞ്ഞിട്ട് യൂഹയെ കണ്ട് അടുത്ത പ്രാവശ്യം ജ്യൂസ് വാങ്ങിച്ചു തരാൻ പറയും. അപ്പോഴാണ് ഗംഗങ്ങും ഇവർ തമ്മിൽ അത്രയും ക്ലോസ് ആയെന്ന് ചോദിക്കുമ്പം അവൻ അവളോട് അവൻ ഇവിടുന്ന് ബെയ്ജിങ്ങിലേക്കുള്ള ആർട്ട് സ്കൂളിൽ മാറാൻ പോവാന്ന് പറഞ്ഞ് ഇവർക്കൊരു ബായ് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. അതിനുശേഷം അടുത്ത ദിവസം ഇവരുടെ പരീക്ഷയുടെ റിസൾട്ട് ഒക്കെ വരുമ്പം എല്ലാരും കൂടെ മിക്കവാറും ഈ തവണയും പൊട്ടാനാ ചാൻസ് എന്ന് പറഞ്ഞ് അവരൊക്കെ പേടിച്ചിരിക്കും. പക്ഷെ സാറാണ് ഈ തവണ ഇവർ നല്ലോണം പഠിച്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് അവർക്കെല്ലാം നല്ല മാർക്കാന്ന് പറയുമ്പം ഇവർക്ക് അപ്പോഴായിരിക്കും ജീവൻ വരുന്നത്. അങ്ങനെ അത് ഗംഗങ്ങിന് അവൾ വാങ്ങിക്കുന്നതിനേക്കാളും കൂടുതൽ മാർക്കായതുകൊണ്ട് അവൾ യൂഹയ്ക്ക് താങ്ക്സ് അറിഞ്ഞുകൊണ്ടിരിക്കും. കാരണം അവൻ കാരണമാണ് ഇവൾക്ക് ഇത്രയും മാർക്ക് കിട്ടിയത്. അതിനുശേഷം പരീക്ഷയെല്ലാം കഴിഞ്ഞ് ഇവർക്ക് വെക്കേഷൻ വരുമ്പോഴാണ് ബീറ്റയാണ് അവൾ ഈ സമയത്തൊക്കെ സാറിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുവാന്ന് പറയും. കൂടാതെ ഗംഗങ്ങിന്റെ ബർത്ത്ഡേ വരുന്നുണ്ട്, അത് നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാന്ന് സംസാരിച്ചിട്ട് അവരവിടെ നിന്ന് പോകുമ്പം അവിടേക്കൊന്ന് യൂഹയാണ് ഇവളുടെ ബർത്ത്ഡേ ഏത് മാസത്തിലാന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും ഈ മാസം 13-ാം തീയതിയാന്ന് അവനോട് പറയുമ്പം അവനാണ് എങ്കിൽ പിന്നെ ഇവൾക്ക് എങ്ങനത്തെ ഗിഫ്റ്റ് വേണ്ടെന്ന് ചോദിക്കും. അങ്ങനെ അത് തന്നെ ഇവൾക്ക് വാങ്ങിച്ചു തരുമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുമ്പം ഇവൾക്കാണ് സന്തോഷമാകും. എന്നിട്ട് വീട്ടിൽ വെച്ചുള്ള റിസൾട്ട് കണ്ടിട്ട് ആന്റി ഇവളുടെ അച്ഛനും കൂടെ ഇവളെ കുറിച്ച് പൊക്കി സംസാരിക്കുമ്പോൾ അവൾക്കാണ് സന്തോഷം വരും. അപ്പോഴാണ് അവളുടെ അച്ഛനും ഇവൾ ഈ തവണ നല്ലോണം പഠിച്ച് ചെയ്തുകൊണ്ട് ഇവൾക്കൊരു ഗിഫ്റ്റ് തരാൻ പോകുന്ന പറഞ്ഞ് ആന്റി ചീക്കറിയുന്ന ഒരു ഫേമസ് ആയ ഇംഗ്ലീഷ് സാറുണ്ടെന്ന് പറയുമ്പോൾ ഇവളും ട്യൂഷനിൽ പറഞ്ഞയക്കുന്നതാണോ എനിക്ക് കിട്ടുന്ന വലിയ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് അവളും അത് ഷോക്കാകും. അങ്ങനെ അതുകൊണ്ട് അടുത്ത ദിവസം ഇവള് ഇംഗ്ലീഷ് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് വരുമ്പോഴാണ് യൂഹയാണ് ഇവള് ഫോൺ വിളിച്ച് ഇവളിപ്പോൾ എവിടാൻ ചോദിക്കും. അപ്പോഴാണ് അവളും ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയെന്ന് പറയുമ്പം പറയുന്ന അവനാണ് ഇവളെ വിളിച്ചിട്ട് അവൻ ഇവിടെ തന്നെ ഉള്ളതെന്ന് പറയും. അപ്പോഴാണ് അവൾക്ക് വിശ്വസിക്കാനൊക്കാതെ ഇവൻ ക്ലാസ്സിൽ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ് ചോദിക്കുമ്പം അവനാണ് കൂർക്കം വലിച്ച് ഉറങ്ങിക്കൊണ്ടിരുന്ന ഇവൾക്ക് എങ്ങനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞ് അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഇവൾക്ക് ഇപ്പം അച്ഛൻ്റെ കൂടെ പുറത്ത് കഴിക്കാൻ പോകുന്നുണ്ട്, അവളും കുറച്ച് ബിസിയാന്ന് പറഞ്ഞ് ഇവളെ ഫോളോ ചെയ്യലെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകും. പക്ഷെ ഫോളോ ചെയ്യലെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഫോളോ ചെയ്യത്തേ ഉള്ളു. അതുകൊണ്ട് അളിയൻ അവളുടെ പുറകെ ചെന്ന് ഹായ് ഗംഗ എന്ന് പറഞ്ഞ് വിളിക്കുമ്പം ഇവളുടെ അച്ഛനാണ് ഇതാരാന്ന് പറഞ്ഞൊക്കെ നോക്കും. അതേസമയം അവൾ ഇപ്പോഴേ ഇവനെ കാണുന്ന പോലെ യൂഹേ നീ ഇവിടെ ഉണ്ടായിരുന്നോ എന്നിട്ട് അവളുടെ അച്ഛൻ ഇവനെ പരിചയപ്പെടുത്തി കൊടുക്കും. അതോടെ ഇവന്റെ അച്ഛനും പിടികിട്ടി പാരന്റ്സ് മീറ്റിംഗ് ഇവനെ കുറിച്ച് എല്ലാ സാറുമാരും പൊക്കി പറയുന്നതെന്ന്. അതുകൊണ്ട് അവനും കൂടെ പുറത്ത് ഫുഡ് കഴിക്കാൻ വിളിക്കുമ്പം ഇവൻ അപ്പം തന്നെ സമ്മതിക്കും. പക്ഷെ ഗംഗങ്ങാണ് ഇവനെ തടഞ്ഞിർത്താനൊക്കെ നോക്കുമ്പം അവനാണ് ഒരു പാവപ്പെട്ടതിന് ഫുഡ് വാങ്ങിച്ചു
കൊടുക്കാൻ പോലും പൈസ ഇല്ലേന്ന് അവരുടെ നൈസിന് അങ്ങ് പോകും. അങ്ങനെ അതിനുശേഷം ഇവളും യൂഹയും അച്ഛനും കൂടെ എന്തോ ആണ് സംസാരിക്കാൻ പോകുന്നതെന്ന് പേടിച്ച് അവളവിടുന്ന് വാഷ്റൂമിലേക്ക് പോയിട്ട് വരുമ്പം അതേസമയം ഇവർ രണ്ടുപേരും കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ഇവളുടെ അച്ഛൻ ഒരു സെക്കൻഡ് പുറത്തേക്ക് പോയ ഉടനെ അവൻ ഇവളുടെ അച്ഛന് ഭയങ്കര ബുദ്ധിയാന്ന് പറഞ്ഞിട്ട് ആ ബുദ്ധിയൊക്കെ ഇവൾക്ക് എന്താ ഇല്ലാത്തതെന്ന് ചോദിക്കും. ഇത് കേട്ട് അവളാണ് ദേഷ്യത്തി ഇവനെങ്കിൽ പിന്നെ ബുദ്ധി ഉണ്ടെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവൻ ഇവളുടെ കൂടെ കറങ്ങുന്നുണ്ട്, അവന്റെ ബുദ്ധിയും കുറഞ്ഞു പോയെന്ന് ഇവർ പരസ്പരം കളിയായിക്കൊണ്ടിരിക്കും. അതിനുശേഷം അവളും ഇവളുടെ ബർത്ത്ഡേക്ക് എന്ത് ഗിഫ്റ്റ് വാങ്ങിച്ചു തരാമെന്ന് ചോദിക്കുമ്പം അവനാണ് അങ്ങനെ കുറെ അറിയണല്ലേ, അതൊക്കെ ഗിഫ്റ്റ് വരുമ്പോൾ അറിഞ്ഞോളും എന്നിന് അവളെ അങ്ങ് മിണ്ടാതാക്കും. എന്നിട്ട് ഇവിടെ വീട്ടിൽ വെച്ച് ഗംഗങ്ങിന്റെ ബർത്ത്ഡേ വരുന്നുണ്ട്. ഇവളുടെ ആന്റിയും അവൾക്ക് ഇഷ്ടപ്പെട്ട പോലെ ക്യാമറ ഒക്കെ വാങ്ങി ചോദിക്കും. അങ്ങനെ അതുകൊണ്ട് അവളുടെ അച്ഛനോട് ഈ നല്ല ഗിഫ്റ്റ് ആണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം അത് കണ്ടിട്ട് ഇത്ര വില കൂടിയ ഗിഫ്റ്റ് എന്തിനാ വാങ്ങിച്ചെന്ന് പറഞ്ഞ് ഇതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറയും. പക്ഷെ അവരാണ് ആദ്യമായിട്ട് ഗംഗങ്ങിന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ട്, ഒരു ഫാമിലി ആയിട്ട് ഇതുപോലും വാങ്ങിച്ചില്ലെങ്കിൽ പിന്നെ എന്തോന്ന് പറഞ്ഞ് ഇവര് ഗംഗങ്ങിനോട് സ്നേഹം കാണിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം അടുത്ത ദിവസം ഇവിടെ ബീറ്റിയെ കണ്ടിട്ട് ഇവർ രണ്ടുപേരും കൂടെ ഈ വെക്കേഷന് സാറിനെല്ലാം കണ്ടായിരുന്നു ചോദിക്കുമ്പോൾ അവളാണ് സാറിന്റെ പേരുള്ള കുറെ ഗ്രാമമൊക്കെ കണ്ടെന്നറിയും. എന്നിട്ട് ഗംഗങ്ങും യൂഹെ ബർത്ത്ഡേക്ക് എന്തോ ഗിഫ്റ്റ് ചെയ്യാൻ പോകുന്ന അറിയത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ രണ്ടുപേരും കൂടെയാണ് മിക്കവാറും അവനെ തന്നെ പ്രൊപ്പോസ് ചെയ്ത് ഇവൾക്ക് തരും എന്നൊക്കെ പറഞ്ഞ് ഇവളെല്ലാത്തിനും റെഡി ആയിട്ടിരിക്കാൻ വേണ്ടി പറയും. അങ്ങനെ അടുത്ത ദിവസമാണ് ഇവളുടെ ബർത്ത്ഡേ. അതുകൊണ്ട് ഇവളുടെ അച്ഛനും ഒന്നും അറിയാത്ത പോലെ ഇവള് ഡ്രസ്സൊക്കെ ഇട്ട് എവിടെയൊക്കെ പോകുന്നെന്ന് ചോദിക്കുമ്പോൾ അവള് ചുമ്മാ ഇട്ട് നോക്കിയതെന്ന് പറഞ്ഞ് ഇവളായിട്ടും പറയത്തില്ല. അതിനുശേഷം അവൾ ഒരുങ്ങി പുറത്തേക്ക് വരുമ്പം ഇവിടെ ഇവർ മൂന്നുപേരും കൂടെ സർപ്രൈസ് എന്ന് പറഞ്ഞ് അവൾക്ക് ബർത്ത്ഡേ വിഷ് പറയും. പക്ഷെ ഇവളുടെ വീട്ടിൽ ഇങ്ങനെ ബർത്ത്ഡേ പാർട്ടി വയ്ക്കുമെന്ന് അറിയാതെ അവൾ ഫ്രണ്ട്സിന്റെ കൂടെ പുറത്ത് കഴിക്കാൻ വരാന്ന് പറഞ്ഞാണ്. അതുകൊണ്ട് അവൾക്ക് ഇപ്പൊ പുറത്ത് പോകണമെന്ന് പറയുമ്പോൾ ഇവളുടെ അച്ഛനാണ് എങ്കിൽ പിന്നെ അത് ക്യാൻസൽ ചെയ്തിട്ട് ആന്റി ഇവൾക്ക് വേണ്ടി ഇഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഫുഡെല്ലാം ഇവൾ കഴിച്ചുകൂടാൻ ചോദിക്കുമ്പോൾ അവളും പറ്റത്തില്ല, അവൾ വാക്കുകൊടുത്തോ എന്നറിയും. ഇതോടെ അവളുടെ അച്ഛനാണ് കുറച്ച് ദേഷ്യത്തി ഇവൾക്ക് വേണ്ടി ആന്റി എത്ര കഷ്ടപ്പെട്ട പാതി രാവിലെയൊക്കെ എഴുന്നേറ്റ് ഫുഡ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് ഇവൾക്ക് ഇവിടെ നിന്ന് ആഘോഷിച്ചൂടാൻ ചോദിച്ചിട്ട് അച്ഛൻ പണങ്ങിപ്പോയിരിക്കും. അങ്ങനെ അതിനുശേഷം ആന്റി ആയിരിക്കും അടുത്തേ ചെന്ന് പിള്ളേരെ പോലെ വാശി പിടിക്കാതെ അവളെ പോവാൻ സമ്മതിക്കാൻ വേണ്ടി പറയും. കാരണം ഇവർ സർപ്രൈസ് ചെയ്തുകൊണ്ടല്ലേ അവൾ ഇന്ന് കഴിക്കാൻ പോകുന്ന കാര്യം എന്നറിയാതെ പുറത്ത് ഫ്രണ്ട്സിന്റെ കൂടെ പോകാൻ സമ്മതിച്ചെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് തന്നെ അച്ഛന് സമാധാനത്തി ഇവൾക്ക് ഫ്രണ്ട്സിന്റെ കൂടെ കഴിക്കാൻ പോകുന്നേ പോവാം, പക്ഷെ അതിന് അനിയന്റെ കൂടെ പുറത്ത് നിന്ന് പടക്കം പൊട്ടിക്കാൻ പറയും. അങ്ങനെ അവൻ കുറെ ദിവസമായിട്ട് ആഗ്രഹിച്ചിരിക്കാന്ന് പറയുമ്പോൾ ഇവൾ അതിന് ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചുകൊണ്ട് പുറത്ത് നിന്ന് പടക്കം പൊട്ടിക്കും. അങ്ങനെ ഗംഗങ്ങും യൂഹയുടെ നിന്ന് ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി അവൾ കുറച്ച് എക്സൈറ്റ്മെന്റ് ഇരിക്കുക. അതുകൊണ്ട് പെട്ടെന്ന് അനിയനെ പടക്കമൊക്കെ പൊട്ടിക്കാൻ പറയുമ്പം അവനാണ് ചേച്ചിയുടെ ബോയ് ഫ്രണ്ട് എല്ലാം കാണാൻ പോകാന്ന് പറഞ്ഞ് അവനും കുറച്ച് സമയം വെയിറ്റ് ചെയ്യാനൊക്കെ പറയും. അപ്പോഴാണ് അതിലൊരു പടക്കമാണ് അറിയാതെ പൊട്ടിത്തെറിക്കും. പക്ഷെ അത് പൊട്ടുന്ന പടക്കമൊന്നല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അനിയൻ ബോധം കെട്ടി വീഴുമ്പോൾ ഇത് കണ്ട് ഗംഗങ്ങും പേടിച്ചിട്ട് അപ്പൊ തന്നെ വീട്ടിൽ ചെന്ന് പറയും. അതോടെ അവന്റെ അമ്മയാണ് മൊത്തത്തിൽ പേടിച്ച് വെപ്രാളത്തി അറിയാതെ ഇവളെ തള്ളിയിട്ടിട്ട് അവിടെ നിന്ന് പോകുമ്പോഴാണ് ഗംഗങ്ങിന് ചെറിയ പരിക്കൊറ്റും. അപ്പോഴാണ് ഇത് കാണുന്ന അച്ഛനും ഇവൾക്ക് എന്തെങ്കിലും പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവളൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ആദ്യം ആംബുലൻസിന് വിളിക്കാൻ പറയും. അതിനേശം അച്ഛനും അതൊന്നും കുഴപ്പമില്ല, മോള് പേടിക്കണ്ടെന്ന് പറഞ്ഞ് ഇവളെ സമാധാനപ്പെടുത്തും. അതിനേശം അവളുടെ അമ്മയെ ഒന്ന് അവള് വിളിച്ചോണ്ട് പോകുമ്പോഴാണ് നടന്ന കാര്യമൊക്കെ അറിഞ്ഞിട്ട് അവരും തെറ്റ് ഇവളുടെ ഭാഗത്തൊന്നല്ലെന്ന് പറഞ്ഞ് ഇവളെ വിഷമിക്കാതിരിക്കാൻ പറയും. അതുകൊണ്ട് ആശുപത്രി ചെന്ന് ഇവർ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് ഇവള് വീട്ടു ഒറ്റയ്ക്ക് ഇന്ന് കിടക്കുമെന്ന് ചോദിക്കുമ്പോൾ അവളും കുഴപ്പമില്ലെന്ന് തലയാട്ടും. ഇതേ സമയം ഇവളും ഒരു പ്രതീക്ഷിച്ച് എല്ലാരും ബർത്ത്ഡേ കേക്കുമായിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ യൂഹയും കുറെ സമയമായിട്ട് ഫോൺ വിളിച്ചിട്ട് അവൾ എടുക്കാതിരിക്കുമ്പോഴാണ് ഇത് കണ്ടിട്ട് സങ്ടാനും അവൾ ഫോണും എടുക്കുന്നില്ല, അവൾക്കും എല്ലാം പറ്റുമെന്ന് പറഞ്ഞ് ഇവളും ചെറുതായിട്ട് പേടിക്കും. പക്ഷെ അവളുടെ ഫോണാണ് മറന്നുപോയി അവളുടെ അച്ഛന്റെ വീട്ടിൽ വെച്ചേക്കുക. പക്ഷെ അവളിപ്പോ ഉള്ളത് അവളുടെ അമ്മയുടെ വീട്ടിലാണ്. അതുകൊണ്ട് അവളും ടെൻഷനായി അവരെയൊക്കെ വിളിച്ചു പറയണമെന്ന് പറഞ്ഞ് ഇവള് ലാൻഡ് ഫോണിൽ യൂഹയുടെ നമ്പർ അടിച്ചു നോക്കുമ്പോൾ ഇവൾക്കാണ് തെറ്റായിട്ടുള്ള നമ്പറാണ് കിട്ടുന്നത്. അതേസമയം യൂഹി അവളെ കുറെ സമയമായിട്ട് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ബാക്കിയുള്ളവരാണ് അവൾ മിക്കവാറും ബർത്ത്ഡേ മറന്നുപോയി കാണുമെന്ന് പറഞ്ഞ് അവൾക്ക് വേണ്ടി വാങ്ങിച്ച കേക്ക് ഇവരടിച്ചുവാരി കഴിച്ചുകൊണ്ടിരിക്കും. ഇതേ സമയം ഗംഗങ്ങും അവളുടെ അമ്മ ആശുപത്രി പോയതുകൊണ്ട് ഇവള് നൈസിന് അവരെ കാണാൻ വേണ്ടി ചെല്ലുമ്പം ഇവളുടെ അമ്മ അതേസമയം അവിടേക്ക് വന്നിട്ട് ഈ സമയത്ത് ഇവൾ അവിടെ പോകുന്നറിഞ്ഞ് അവൾ കഴിക്കാൻ വേണ്ടി ഫുഡ് വാങ്ങിച്ചേക്കുമെന്ന് പറയും. അതിനേശ് ഇവളും ഇവിടെ ഒറ്റയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ പറയുമ്പം അവളുടെ അമ്മയാണ് ആ പയ്യനൊന്നും പറ്റിയില്ല, ആ സ്മോക്ക് അകത്തേറിയതുകൊണ്ട് ആ മയങ്ങി വീണേന്ന് പറയും. അതുകൊണ്ട് ഇവളൊന്നും പേടിക്കണ്ട, ഇവൾക്കാരം അമ്മ സംസാരിച്ചിട്ടുണ്ടെന്ന് പറയുമ്പം അവളാണ് ഒരു ആശുപത്രി ചെല്ലാത്തോണ്ട് ഇവളെ കുറിച്ചെല്ലാം വിചാരിക്കുകയും ചെയ്യും. അപ്പോഴാണ് അവളുടെ അമ്മ അടുത്തേക്ക് വന്നിട്ട് ഇവൾക്ക് അവരല്ലേ സ്വന്തം അമ്മ പോയെന്ന് പറഞ്ഞ് ഇവളൊന്നിനെ കുറിച്ച് ആലോചിക്കണമെന്ന് പറയും. അങ്ങനെ ആ പയ്യന് ബോധം വരുമ്പോ തന്നെ ഇവളൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അവൻ തന്നെ പറയും. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന് അച്ഛനമ്മയെ കാരണമെന്ന് ഇവളോട് പറയുമ്പം അവളാണ് വിഷമിച്ച് ഇന്ന് അവളുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ അമ്മയെ ഹക്ക് ചെയ്യും. അതേസമയം യൂഹയും അവൾക്ക് വേണ്ടി കാത്തു നിന്നിട്ട് അവസാനം കേക്കൊന്നും കഴിക്കാതെ അവൻ വിഷമിച്ച് അവിടെ നിന്ന് പോകും. അതിനേശം അടുത്ത ദിവസം ഇവളുടെ അമ്മ ജോലിക്ക് പോകുമ്പോഴാണ് ഗംഗങ് ആ സമയം നോക്കി അവൾ വീണ്ടും നമ്പർ ടൈപ്പ് ചെയ്ത് യൂഹയെ വിളിക്കും. അങ്ങനെ ഈ തവണ കറക്റ്റ് ആയിട്ട് വിളിക്കുന്നത്. പക്ഷെ അവനാണ് പുതിയ നമ്പർ ആയതുകൊണ്ട് വല്ല പ്രൊമോഷൻ കാർഡായിരിക്കും പറഞ്ഞ് അവൻ എടുക്കത്തില്ല. അപ്പോഴാണ് ഇത് കണ്ടിട്ട് ഷൗമയും ഗംഗങ്ങിന്റെ ബർത്ത്ഡേക്ക് ഇവൻ ഗിഫ്റ്റ് ഒന്നും ചെയ്തില്ലെന്ന് ചോദിക്കുമ്പോൾ അവനും അവളുടെ വീട്ടിൽ തന്നെ ചെന്ന് നോക്കാൻ തീരുമാനിക്കും. ഇതേ സമയം ഗംഗങ്ങും അവൻ അന്വേഷിച്ച് ട്യൂഷൻ സെന്ററിലൊക്കെ ചെന്നിട്ട് അവസാനം ഇവള് പോകുന്ന വീഡിയോ ഗെയിം കളിക്കുന്ന സ്ഥലത്താ. പക്ഷെ ഇവൻ ഇപ്പോ ഇവളുടെ വീട്ടിൽ പോയേക്കുക. അതിനേശം അവനും അവൾ വീട്ടിലില്ലാത്ത കണ്ടിട്ട് ഇവൾക്ക് വേണ്ടി കൊണ്ടുവന്ന ഗിഫ്റ്റ് അവൻ അവിടുത്തെ ഏണി യൂസ് ചെയ്ത് ജനാലിനകത്ത് വെക്കാൻ വേണ്ടി പോകും.
പോകും. അപ്പോഴാണ് ഇത് അപ്പുറത്തെ വീട്ടിലെ കാണുന്ന ആന്റിയാണ് ദേ ഒരു കള്ളം പറഞ്ഞ് അവൻ നോക്കി വിളിച്ചു പോകുമ്പോൾ അവനും പേടിച്ചിട്ട് ഇറങ്ങി പോകുമ്പോ തന്നെ ഇവന്റെ കാലാണ് ഒളിക്കി പോകും. അതിനുശേഷം അവന് ഞാനൊന്നും കള്ളനല്ല ആന്റി എന്ന് പറഞ്ഞോണ്ട് അവൻ അവിടെ നിന്ന് പോകും. അങ്ങനെ ഇവൻ പോയതിനു ശേഷം ഗംഗങ് ഇപ്പൊ വീട്ടിലേക്ക് ഒന്ന് നോക്കുമ്പോൾ ഇവൾക്കാണ് 23 മിസ് കോള് അവൻ അടിച്ചേക്കുന്ന കാണുന്നത്. അതോടെ അവള് മൊത്തത്തിൽ പേടിച്ചുപോയി. അപ്പൊ തന്നെ അവന് വിളിച്ച് സംസാരിക്കുമ്പോൾ അവനാണ് കോളൊന്നും എടുക്കാതെ ഇവൾ എവിടെ പോയി കടന്നു ചോദിക്കും. അപ്പോഴാണ് അവളും ഫോൺ ഇവിടെ വെച്ചിട്ട് അവള് അമ്മയുടെ വീട്ടിൽ പോയിരുന്നേന്ന് പറയുമ്പോൾ അവനും എങ്കിൽ പിന്നെ കാരണം ഉള്ളതുകൊണ്ട് ഇവളെ ക്ഷമിച്ചെന്ന് പറഞ്ഞിട്ട് അവളോട് ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇവളാണ് ജനാലിന്റെ അവിടെ ഒരു ചെടി ഇരിക്കുന്നതാണെന്ന്. ഇത് കണ്ട അവളും ഇത് ഇവനാണ് വച്ചേന്ന് ചോദിക്കുമ്പോൾ അവന് കണ്ടിട്ട് എന്ത് ഇഷ്ടപ്പെട്ടാന്ന് പറഞ്ഞ് സന്തോഷിത് ഇവളുടെ സംസാരിച്ചോണ്ട് ഇത് കാരണം അപ്പുറത്താൻറ്റി ഇവനെ ജയിലിലാക്കിയെന്ന് പറയും. അപ്പോഴാണ് അവള് സന്തോഷിത് ഇവനെ താങ്ക്സ് അറിഞ്ഞോണ്ടിരിക്കുമ്പോൾ ആശുപത്രിയും തിരിച്ച് വീട്ടിലേക്ക് വരുന്ന ആന്റി ചീയോട് അപ്പുറത്തെ വീട്ടിൽ ആന്റിയും വീട്ടിൽ ഏതാണ്ട് ഒരു കള്ളം കയറിയെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് ഇവരും പേടിച്ച് ഒരു കത്തിയായിട്ടൊക്കെ ആ കള്ളനെ പേടിപ്പിക്കാൻ വേണ്ടി പോകും. പക്ഷെ പിന്നെയാ മനസ്സിലാവുന്ന ഇവിടെ ഉള്ളത് ഗംഗങ്ങാണെന്ന്. അങ്ങനെ അതുകൊണ്ട് അവരും പേടിച്ച് ആ കത്തിയൊക്കെ പിടിച്ച് മാറ്റിയിട്ട് ഇവളുടെ സമാധാനത്തിരുന്ന് സംസാരിക്കും. ഇവളുടെ അനിയനിപ്പോ ഒരു കുഴപ്പമില്ല, അവന് ബോധം വന്നെന്ന്. അങ്ങനെ അതുകൊണ്ട് അവനങ്ങനെ പറ്റിയപ്പോ ഇവളൊരു ഫോഴ്സിൽ തള്ളിവിട്ടതിന് അവരിപ്പോ സോറി പറയുമ്പോൾ അവളാണ് ഇവരുടെ അവസ്ഥ മനസ്സിലായെന്ന് പറഞ്ഞിട്ട് ഒരു ഇവളുടെ അമ്മയും ഇതേപോലെ ഇവൾക്കൊല്ലം പറ്റിയ ഇങ്ങനെ ധൃതിയിലൊക്കെ പോകുമെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അവളത് വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ലെന്ന് പറഞ്ഞ് ഇവരെ ആശ്വാസപ്പെടുത്തുമ്പോൾ അവരെങ്കിൽ പിന്നെ ഇവൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരുമെന്ന് ചോദിക്കും. അതുകൊണ്ട് ഇവർ തമ്മിലുള്ള ആ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ തീർന്നുകൊണ്ട് അവൾ ഇങ്ങോട്ടേക്ക് വരാൻ സമ്മതിക്കും. അങ്ങനെ അതോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്നു. ഇന്നത്തെ എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നു താഴെ കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.